ആർക്കോ വേണ്ടി റൂഹി എന്ന പെൺകുട്ടി UK ഇരുന്ന് സംസാരിക്കുകയാണ്. അതിന് വ്യക്തമായ തെളിവുകൾ ആരോ എതിരെ നിൽക്കുന്നവർ, ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റിനും രണ്ട് വശങ്ങളുണ്ടല്ലോ, എതിർവശമുള്ളവർ അവർക്ക് കൊടുത്തിട്ട് റൂഹിയെ കൊണ്ട് സംസാരിപ്പിച്ച് ഒരു വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്യണം. ഒന്നുകിൽ ആ ചാനലിൻ്റെ റീച്ച്, അതല്ലെങ്കിൽ ഇത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു അജണ്ട. അതുകൊണ്ട് തന്നെ കുറേ യൂട്യൂബേഴ്സിന് നല്ല ഒരു വീഡിയോ കണ്ടൻറ്റായി കിട്ടുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് റൂഹി ജാന് തെളിയിക്കാൻ പറ്റിയാൽ ഓക്കെ, നമ്മളിതിനെ അംഗീകരിക്കാം. ഇവിടെ വരുന്നത് മൊത്തം ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണം ആർക്കും പറയാം, അത് തെളിയിക്കപ്പെടുമ്പോഴാണ് സത്യമാകുന്നത്. അല്ലാതെ റിഫയുടെ കേസ് വെച്ചുകൊണ്ട് റിഫ എന്ന പെൺകുട്ടിയുടെ ആത്മാവിനെ റൂഹിജാനെ കൊണ്ട് ഈ ഒരു കേസ് തെളിയിക്കാനാണെങ്കിൽ വ്യക്തമായി പറയാം. ഇപ്പോൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല റിഫയുടെ ആത്മാവുമായി സംസാരിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടവും ഓരോരുത്തരുടെ പേരുകൾ മെൻഷൻ ചെയ്യുന്നതല്ലാതെ തെളിവുകളിലേക്ക് എത്തുന്നില്ല. അങ്ങനെ തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാലം റൂഹി ഇത് വെറും ആരോപണമാണ്. റൂഹിയുടെ വീഡിയോയിലെ വൈരുദ്ധ്യമായിരുന്ന ഭാഗങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും റൂഹിക്ക് പറയാമെങ്കിൽ പറ, ബാക്കി ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ റൂഹി ജാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, രേണു ദുബൈ റിലേറ്റ് ആയ കാര്യങ്ങൾ നീ പറയൂ, നീ ആരെയാണ് പേടിക്കുന്നത്, കരീഷ്മയാണോ, കരീഷ്മയുടെ കൂടെ കരീഷ്മയ്ക്ക് ചാത്തൻ സേവയുണ്ട് എന്നൊക്കെയാണ്. എൻ്റെ പൊന്നു റൂഹി ജാൻ, ആഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും കരീഷ്മ പൂജിക്കുന്നത് വിഷ്ണുമായയാണ്. കരീഷ്മയിടുന്ന സ്റ്റാറ്റസുകൾ അല്ലെ കരീഷ്മയുടെ വീട്ടിലെ പൂജാമുറി ഇവിടെയൊക്കെ കാണിക്കുമ്പോൾ വിഷ്ണുമായയുടെ വിഗ്രഹമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ചാത്തനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ചാത്തനെ പൂജിക്കുന്നവരെല്ലാം ചാത്തൻ സേവ ചെയ്യുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റൂഹിജാൻ ഇത്തരം പാടുപെടുകയൊന്നും വേണ്ട. കരീഷ്മയെ അറിയാത്തവരും അല്ലെ കരീഷ്മയായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവർക്കും ഈ പറഞ്ഞ ചാത്തൻ സേവ ചിലപ്പോൾ വിശ്വാസമായേക്കാം. പക്ഷേ കരീഷ്മയെ അറിയുന്നവർ അല്ലെ കരീഷ്മയായിട്ട് കോണ്ടാക്ട് ഉള്ളവർക്ക്, കരീഷ്മയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ചാത്തൻ സേവയല്ല, അതൊരു വിഷ്ണുമായയുടെ വിഗ്രഹവും വിഷ്ണുമായെ പൂജിക്കുന്നതാണെന്നും ചാത്തനെയാണ് കരീഷ്മ പൂജിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. പല സുഹൃത്തുക്കളുണ്ട് വിഷ്ണുമായെ പൂജിക്കുന്നവർ, അവരെല്ലാം ചാത്തനെ പൂജിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. റൂഹി, ഇനി ഈ പറയുന്നത് പോലെ കരീഷ്മ ചാത്തനെ സേവിക്കുന്നെങ്കിൽ റിഫായയുടെ ആത്മാവിന് ചാത്തനെ പേടിയാണോ? എന്തായാലും റൂഹി ഇതുപോലുള്ള പൊള്ള വിഡ്ഢിത്തങ്ങളുമായി സോഷ്യൽ മീഡിയയിലേക്ക് വരാതിരിക്കും. നിങ്ങളെ വെച്ച് ആരോ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിലെ ഒരു അഭിനേത്രി മാത്രമാണ് നിങ്ങൾ. കുറച്ച് ഓവറായപ്പോഴാണ് ഞങ്ങൾക്കിതിൻ്റെ ഒരു ജെനുവിനാലിറ്റിയും കൂടെ തോന്നി തുടങ്ങിയത്. മനസ്സിലായോ?